നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അതല്ല നിങ്ങൾ ഓൾറെഡി നിലവിലൊരു യൂട്യൂബ് ചാനലുണ്ട്, പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്, എന്ത് കണ്ടൻ്റാണ് എന്നൊക്കെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മാത്രം പോരല്ലോ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പ്രിപ്പറേഷൻ വേണം, ഫസ്റ്റ് ഒരു പ്രിപ്പറേഷൻ വേണം. ഇന്ന ചാനലാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്, ഇതെനിക്ക് ലൈഫ് ടൈം ഉള്ളതാണ്, ഇത് എനിക്ക് മുന്നോട്ട് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റണം എന്നൊക്കെ നമുക്കൊരു ധാരണ വേണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നല്ല ഡെഡിക്കേഷനായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് വ്യൂസും കൊണ്ടുവരാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, 3 കാറ്റഗറിയിലാണ് നമ്മൾ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഒന്ന് ഫെയിമിന് വേണ്ടിയിട്ടായിരിക്കും. ഫെയിമിന് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളൊരു 4 ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുള്ളത്. രണ്ടാമത്തെ ഒരു വെർഷൻ എന്താ വെച്ചാൽ, രണ്ടാമത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് ചിലപ്പോൾ ഫേസ് കാണിക്കേണ്ടി വരില്ല, ചിലപ്പോൾ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. നമുക്ക് ക്യാഷ് കിട്ടണം, ഏൺ ചെയ്യണം, ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങുന്നുള്ളത്. ചിലവർ ബിസിനസ് സംബന്ധമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ഒരു യൂട്യൂബിൽ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ ആയിരിക്കും. അപ്പം 3 കാറ്റഗറിയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾക്കൊരു ഫെയിം വേണം, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബർ വേണം, കൂടുതൽ വ്യൂസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചാനൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുക. അതിൽ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്സ് മാത്രം നിരന്തരമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം. നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ടുള്ള എന്ത് കണ്ടന്റ്, എന്ത് ടോപ്പിക്കാണോ നിങ്ങൾ സെലക്ട് ചെയ്തത്, ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് മാത്രം നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടാൽ മതി ഷോർട്സിൽ. അത് ഒരു ദിവസം 3 ഷോർട്സ് ഇട്ടാലും കുഴപ്പമില്ല, 4 ഷോർട്സ് ഇട്ടാലും കുഴപ്പമില്ല. ഒരു ഷോർട്സിൽ ഒതുക്കരുത് കേട്ടോ. ഈ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ഷോർട്സ് മാത്രം ഇട്ടിട്ട് ഒതുക്കരുത്. ഒരു ദിവസം 3, 4, 5 ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായിരിക്കും നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റും ചാനൽ ഗ്രോത്തും നിങ്ങളുടെ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 സബ്സ്ക്രൈബർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 0 സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഈ ടൈം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എൻഗേജ്മെൻറ്റ് ഇങ്ങനെ കൂടി വരും, പെട്ടെന്ന് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ, നിങ്ങളൊരു ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്, ഫെയിമിന് വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശിക്കുന്ന, സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സ് മാത്രം നിരന്തരമായിട്ട് ഒരു ദിവസം 3, 4 ഷോർട്സ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. രണ്ടാമത്തെ കാറ്റഗറി എന്താ വെച്ചാൽ, നമുക്ക് ഏൺ ചെയ്യുന്ന യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കണം, പെട്ടെന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോയിലും ഫോക്കസ് ചെയ്യണം, ഷോർട്ട് വീഡിയോയിലും ഫോക്കസ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഷോർട്സ് ഒരു ദിവസം 2, 3 ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ് എങ്കിലും ഒരു 2 ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അതിന് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടൈം സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിന്, പെർട്ടിക്കുലർ ഒരു ടൈമിന് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ. ഇപ്പോൾ ടൈമിന് പോകും, 8 മണിക്ക് പോകേണ്ടതാണെങ്കിൽ 8 മണിക്ക് തന്നെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ കൃത്യനിഷ്ഠത പാലിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും നമ്മളൊരു കൃത്യനിഷ്ഠത പാലിക്കും. നമ്മൾ ഒരു ജോബ് ചെയ്യുകയാണ്, ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെയാണോ നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യുന്നത്, നമ്മളെ കഴിവ് എന്തൊക്കെയാണോ അതിൽ പ്രയോഗിക്കുന്നത്, അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ആ കഴിവുകളൊക്കെ പ്രയോഗിക്കണം. നമ്മളൊരു കൃത്യനിഷ്ഠത വേണം. നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയം, അല്ലാന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം, അത് എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ തയ്യാറാക്കി വെക്കണം. ഇപ്പം നാളെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇന്നേ അതിൻ്റെ പണിപ്പുരയിൽ കയറി കഴിഞ്ഞാൽ അത് നാളെ നമ്മൾ കൃത്യസമയം ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക.
അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ഒരു 10-20 വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചോ, നമുക്ക് സബ്സ്ക്രൈബർ 0 സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് നമുക്ക് അത് കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് പോകത്തില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ചാനലിൽ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് 1, 2, 3 ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് 0 സബ്സ്ക്രൈബറാണ്, 0 വീഡിയോസാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സബ്സ്ക്രൈബർ ഫോക്കസ് ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചാനലിൽ വീഡിയോസ് നിറക്കാൻ നോക്കുക, കൂടുതൽ വീഡിയോസ് ഇടാൻ നോക്കുക. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചാനൽ കയറി കാണുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് ഏതെങ്കിലും ഒരു വീഡിയോസ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ, ചാനൽ കയറിയിട്ട് ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ 2-3 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ഓൾറെഡി മനസ്സിലാക്കും ഇത് പുതിയ ചാനലാണ്, ഇത് ഓൾറെഡി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൂടുതൽ വീഡിയോസ് ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വീഡിയോസ് എങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് കാണും. അപ്പോൾ നമ്മളെ വീഡിയോസും ചാനലും കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ലോങ് വീഡിയോൻ്റെ കാര്യം എന്താ വെച്ചാൽ, ലോങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചിലപ്പോൾ പുതിയ യൂട്യൂബ് ചാനലാണെങ്കിൽ 0 സബ്സ്ക്രൈബർ ഉള്ള ചാനലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 0 വ്യൂസോ 1, 2, 3 വ്യൂസ് കിട്ടിയെന്ന് വരും, അത്രേ കിട്ടത്തുള്ളൂ. അതേപോലെ ലോങ് വീഡിയോ റിപ്പീറ്റായിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രൈബറും കൂടി വരും, അതേ കൂട്ടത്തിൽ തന്നെ നമ്മളെ വീഡിയോസിന് വ്യൂസും വരും. അപ്പോൾ നമുക്കൊരു മിനിമം ഒരു 1000 സബ്സ്ക്രൈബർ ആവുന്നത് വരെ നമുക്ക് വെറും വ്യൂസ് വരുള്ളൂ, 50 വ്യൂസ് 60 വ്യൂസേ വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബർ എത്രത്തോളം നമ്മൾക്ക് കൂടി വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വ്യൂസ് വരുന്നുള്ളത്. അല്ലാതെ ഒരു 1000-500 സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ, അല്ലെങ്കിൽ 4 സബ്സ്ക്രൈബർ ഉള്ള ചാനൽ, അല്ലെങ്കിൽ 5 സബ്സ്ക്രൈബർ ഉള്ള ചാനൽ അതിൽ വീഡിയോ ഇട്ടിട്ട് എനിക്ക് 1K വ്യൂസ് വരണം, അല്ലാന്നുണ്ടെങ്കിൽ 2K വ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് പണിയാണ്, അത് പാടാണ്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കൂടുതൽ വീഡിയോസ് വേണം, എന്നാൽ മാത്രമാണ് യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ വീഡിയോസ് എത്തിക്കത്തുള്ളൂ. ഫസ്റ്റ് ഒരു ട്രൈ മാത്രമേ നടത്തത്തുള്ളൂ, ഇങ്ങനെ കുറച്ച് ആൾക്കാരിലേക്ക് മാത്രമേ അയക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. ആദ്യം സബ്സ്ക്രൈബറിലേക്ക് പോകും, പിന്നീട് മറ്റുള്ളവർക്ക് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്താ വെച്ചാൽ, മൂന്നാമത് ഇപ്പം നമ്മൾക്ക് ബിസിനസ് പരമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ടോപ്പിക്കാണ് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, അതല്ലാന്നുണ്ടെങ്കിൽ വെറും ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ കണ്ടന്റ്, നിങ്ങൾ എന്താണോ ലൈഫ് സ്റ്റൈല്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിരന്തരമായിട്ട് ഷോർട്സും ലോങ്ങും അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലൈവും കൂടി ചെയ്യുക, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എന്തൊരു കാര്യം ഏണിങ്സിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റൂ. അതല്ലാതെ വെറും ഷോർട്സും ലൈവും മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നുള്ളത്, നമ്മൾ ഏണിങ്സിന് വേണ്ടിയിട്ട് രണ്ടാമത് പറഞ്ഞ സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോവും ഷോർട്ട് വീഡിയോവും ലൈവും കൂടി ചെയ്യണം. അപ്പോൾ എന്നാലാണ് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മളെ വീഡിയോസ് എത്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ വീഡിയോസ് കാണാൻ വരാനുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ച് വരുത്തിക്കലാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ചിലവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഈ മടിയുള്ളവർ എന്ത് ചെയ്യേണ്ടതെങ്കിൽ, മടിയുള്ളവർ മടിച്ച് നിൽക്കാതെ സബ്സ്ക്രൈബർ നമ്മൾ പറഞ്ഞാൽ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് നമ്മളെ വീഡിയോ കാണുന്നുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മടിയും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അവരെടുത്ത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞാൽ മാത്രമാണ് അവർ കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എത്ര വലിയ യൂട്യൂബർ ചാനലായിക്കോട്ടെ, അവർ എല്ലാവരും ഓൾറെഡി വീഡിയോ ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മൾ മടിച്ച് നിൽക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സബ്സ്ക്രൈബറെ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബർ കൊടുത്തില്ല. നമ്മളെ വീഡിയോ എൻഗേജ്മെൻറ്റിലേക്ക് വരണം, കൂടുതൽ ആൾക്കാരിലേക്ക് കാണണം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിരന്തരം കണ്ടിന്യൂസ്ലി വീഡിയോ മാത്രം ഇട്ടാൽ മതി കേട്ടോ. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബർ വരണം, വ്യൂസ് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇല്ലാതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. അതിനൊന്നും ഒരു 100 വീഡിയോസോ 200 വീഡിയോസോ ഒന്നും പോരാ. ഒരു മിനിമം ഒരു 1000
500-ന് മുകളിൽ ഒരു 500, 600, 700 ആ റേഞ്ചിൽ നമ്മളെ വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കാം. എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ഇത്രയ്ക്കും വീഡിയോ ഉണ്ടായിട്ടും നമുക്ക് സബ്സ്ക്രൈബർ വരുന്നില്ലല്ലോ, വ്യൂസ് വരുന്നില്ല ഒന്നും പറയാം. അതല്ലാതെ വെറും 50 വ്യൂസ്, 15 വീഡിയോസ്, 16 വീഡിയോസ്, 50 വീഡിയോസ് ഇട്ടിട്ട് അല്ലെങ്കിൽ 100 വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബർ വരുന്നില്ല, വ്യൂസ് വരുന്നില്ല, അതൊരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ വീഡിയോ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ കുറേ ലോങ് ആയിട്ടാണ് വീഡിയോ ഇടുന്നുള്ളത്. ചില ദിവസം ഒരു മാസം വീഡിയോ ഇടൂല, പിന്നീട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത് കേട്ടാ. ഇത് എനിക്കും മുമ്പ് പറ്റിയ തെറ്റാണ്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ടല്ല ചില സമയത്ത് വീഡിയോ ഇടുന്നുള്ളത്. അപ്പോൾ നമുക്ക് വാച്ചിങ് ഹവേഴ്സും വ്യൂസും കൂട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ ഇടുക. പിന്നെ യൂട്യൂബിന് ഒരു ടൈം ഉണ്ട്. ഇപ്പോൾ വാച്ചിങ് ഹവേഴ്സിനാണെങ്കിൽ 4000 വാച്ചിങ് ഹവേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 365 ദിവസം. അപ്പോൾ നമ്മൾ ഈ 3 മാസം 2 മാസമുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ മാസങ്ങളും ഡേറ്റുകളും ടൈമുകളും അങ്ങനെ വേസ്റ്റ് ആയി പോവാണ്. അപ്പം അങ്ങനെ ചെയ്യാതെ ഷോർട്സ് ആണെങ്കിലും അങ്ങനെ 3 മാസം ടൈമുള്ളൂ. 10 മില്യൺ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആകെ 3 മാസം ടൈമുള്ളൂ. ആ 3 മാസത്തിൻ്റെ ഉള്ളിൽ വേണം നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാർഗറ്റാണ്. അപ്പോൾ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂട്യൂബിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ നല്ല ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും.